CPM നിലപാട് സംഘടനാപരമായി തന്നെ പറയേണ്ടത് ജനറൽ സെക്രട്ടറിയെക്കാളും മേളിലാണ് ഈ പറഞ്ഞ പേരുകൾ. വോട്ട് വേണ്ടെന്ന് പറയാനുള്ള ആർജവും CM ഇല്ലാതെ എന്താണ്? ജനറൽ സെക്രട്ടറി ഇത് പറഞ്ഞിട്ടുണ്ട്. ധാരണയില്ലെന്നേ പറഞ്ഞുള്ളൂ. ധാരണയില്ലെന്നേ പറഞ്ഞു. ശക്തമായ നിലപാട് ധാരണയില്ലെന്ന് പറഞ്ഞു. വോട്ട് വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ധാരണയില്ലെന്ന് പറഞ്ഞു. രാഷ്ട്രീയ ധാരണ ഇല്ല. സമ്മതിക്കില്ല. SDP-യുമായി CPIM യാതൊരു നീക്കുപോക്കും ഉണ്ടാക്കിയിട്ടില്ല, ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. SDP-I ഇപ്പോൾ നടത്തുന്ന പ്രവർത്തന ശൈലി ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുഗുണമല്ല എന്ന അഭിപ്രായമാണ് CPIM-ന്റെ നിരീക്ഷണം. ഇത്തരത്തിലുള്ള പാർട്ടികളെല്ലാം അവരുടെ നിലപാടുകൾ തിരുത്തണം. ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തന ശൈലി അവർ സ്വീകരിക്കണം. അവർക്ക് തന്നെ നല്ലതല്ല മറ്റു തരത്തിലുള്ള രീതികൾ പിന്തുടരുന്നത്. ഒരൊറ്റ വർഷം മുമ്പ് ഒറ്റ വർഷം മുമ്പ് ഈ കോൺഗ്രസ് SDP-യുടെ വോട്ട് വേണമെന്ന ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ച പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചു. സതീശൻ പറഞ്ഞു ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ പാർട്ടി പാലക്കാട് പ്രഖ്യാപിച്ചു ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുള്ള ആർജവും CM-ന് ഇല്ലെങ്കിൽ ഞാൻ പിന്നെ പറയുന്നു അഭിമന്യു രക്തസാക്ഷിയെ വഞ്ചിക്കലാണ്. ആയിക്കോട്ടെ ആ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞു. ആ പിന്തുണ വേണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞു. കോൺഗ്രസ് പറഞ്ഞു ആ ആർജവും CPM ഉണ്ടോ? ആ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞു കോൺഗ്രസ്. അപ്പോ ഇവിടെ ഒരു SDP-യുടെ പിന്തുണ വേണ്ട എന്നതിന് ആധികാരികമായി പറയുന്നത് CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വാക്കുകളാണ്. എന്തുകൊണ്ടാണ് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് ഇങ്ങനെ ഒരു ഉറച്ച നിലപാടുള്ളപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയവരുടെ ലിസ്റ്റ് നമുക്ക് നോക്കാം. ഒന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മറുപടിയില്ല. ഒന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ക്യാപ്റ്റൻ പിണറായി വിജയൻ, അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി ജയാനന്ദൻ പറയുന്നു ഇനി SDP-I ഞങ്ങൾക്ക് വോട്ട് തരാൻ തീരുമാനിച്ചാൽ അത് വേണ്ടെന്ന് പറയില്ല എന്നാണ്. എന്താണ് SDP-യുടെയും PDP-യുടെയും കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ നിലപാട്? ഏതാണ് വർഗീയ പാർട്ടികൾ എന്നത് സംബന്ധിച്ചാണ് തർക്കമെങ്കിൽ SDP-യുടെ കാര്യത്തിൽ MA ബേബി പറയുന്നു ഞങ്ങൾക്ക് വേണ്ട, പക്ഷേ PDP-യുമായി ഞങ്ങൾ രാഷ്ട്രീയ ധാരണ. ഈ PDP-യെ പറ്റി P ജയരാജന്റെ പുസ്തകത്തിൽ എഴുതിയ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ തെറ്റിദ്ധാരണയൊക്കെ പിന്നെ സംസാരിച്ചല്ലോ അസിയുടെ സമയത്ത്, തെറ്റിദ്ധാരണ പിന്നെ പറയാം. പിന്നെ PDP-യുടെ കാര്യത്തിൽ എന്താ P ജയരാജന്റെ പുസ്തകത്തിൽ PDP-യെ കുറിച്ച് പറഞ്ഞത്? RSS-നെ പോലെ അതേ സംഘടനാ രീതിയിൽ അതേ സ്ട്രക്ചറുമായിട്ട് ഒരു തീവ്രവാദ സ്വഭാവമുള്ള സംഘടന എന്ന് പറഞ്ഞ PDP P ജയരാജന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ PDP-യുമായി ബന്ധം വേണ്ട എന്ന് പറയാൻ എന്താ CPM-ന് പറ്റാത്തത്? പിന്നെ വെൽഫെയർ പാർട്ടി അടക്കമുള്ള CPM ആരോപണം ഇപ്പൊ 2006 തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്, അവരെ ഏതെങ്കിലും തരത്തിൽ പ്രലോഭിപ്പിച്ചു കൊണ്ടുപോകാൻ UDF ശ്രമിച്ചു, പക്ഷേ ഞങ്ങൾക്കാണ് അവർ വോട്ട് ചെയ്യുന്നതാണ്. ഇനി 2006 ജമാഅത്തെ ഇസ്ലാമി ഒരു വെൽഫെയർ പാർട്ടി ആയിട്ടില്ല, അതായത് 2011 പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം അന്നും ഇന്നും എന്നും ഒന്നാണ്. ആ ആശയത്തെ തള്ളിപ്പറയുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്ര നിലപാടായിരുന്നെങ്കിൽ 2006 അത് ഉണ്ടായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.